എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ ഋതു ജയൻ ബംഗളൂരിൽ നിന്നും നാട്ടിലെത്തിയത് 2 ദിവസം മുമ്പാണ്. അടിയേറ്റ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അയൽവാസിയായ ഋതു ജയനാണ് ക്രൂരകൃത്യം നടത്തിയത്. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇതുവരെ അത്തരത്തിൽ ആരും പരാതി എഴുതി നൽകിയിരുന്നില്ലെന്ന് എറണാകുളം റൂറൽ SP പറഞ്ഞു. ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതെന്ന് ആരോപണമുണ്ട്. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടാക്കിയിരുന്ന ഋതു സംഭവ ദിവസവും തർക്കത്തിലേർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുമ്പ് 3 കേസുകളുണ്ട്. 2 തവണ റിമാൻഡിലായിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് 2 ദിവസം മുമ്പാണ് പ്രതി നാട്ടിലെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ലഹരിക്ക് അടിമയാണോ എന്നതിൽ പരിശോധന വേണം. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ജിതുവിന്റെ വീട്ടിലെത്തിയത്. സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണയെന്ന മൊഴിയാണ് ഋതു പോലീസിന് നൽകിയത്. ബൈക്കിന്റെ സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ 4 അംഗ കുടുംബത്തെ ആക്രമിച്ചത്. പ്രതി ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു 4 പേരുമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂട്ടക്കൊലപാതകത്തിന് ശേഷം ഋതു ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. വടക്കേക്കര സ്റ്റേഷനിലെ SIക്ക് സംശയം തോന്നി പ്രതിയെ പിടികൂടി. കൂട്ടക്കൊലയ്ക്ക് മുമ്പ് പ്രതി ഋതു ജയൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൂച്ചയുടെയും പട്ടിയുടെയും പേരിലാണ് ഭീഷണിപ്പെടുത്തൽ. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതി കഞ്ചാവ് ഉപയോഗിച്ച് നിരന്തരം ആക്രമണം നടത്തുകയും പോലീസിൽ പരാതിപ്പെട്ടാൽ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. 4 പേരെയും ഇയാൾ ഇരുമ്പുവടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലും ദേഹത്തും പലവട്ടം അടിച്ചു. ഋതു കയ്യിൽ കത്തി കരുതിയിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി പോയത് ജിതിന്റെ ബൈക്കുമായിട്ടാണ്. ഇതിനിടയിലാണ് വടക്കേക്കര SIയെ പ്രതിയെ പിടികൂടുന്നത്. പിന്നീട് ആക്രമണ വിവരം ഇയാൾ SIയോട് വിശദീകരിക്കുകയായിരുന്നു. ഋതു സൈക്കോ ക്രിമിനലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്.